വിഷ്ണു, ഇന്ന് എനിക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഏയ്, മുൻപ് കണ്ടതിനേക്കാളും ഒന്നും കൂടുതലില്ല. എന്നാലൊരു അല്പം ഗ്ലാമർ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം. അയ്യോ, അതല്ല, മറ്റെന്തേലും പ്രത്യേകത? എന്റെ കണ്ണിലൊന്നും കാണുന്നില്ല, ഒന്നും തോന്നുന്നുമില്ല. എന്നാൽ എന്റെ മുഖത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ആ, രണ്ട് ചെറിയ മുഖക്കുരു കാണുന്നുണ്ട്. പൊട്ടൻ മണ്ടൻ. ദേ, ഇത് കണ്ടോ ഒരു കാക്കപ്പുള്ളി? ആഹാ, അപ്പൊ ഇതാണല്ലേ കാര്യം. ഞാൻ വിചാരിച്ച വല്ല ഓവർ മേക്കപ്പ് ഇടുമ്പോ ഐബ്രോ മറ്റേ തട്ടി വീണ് മുഖത്ത് കുത്തായിന്ന. ആ, അപ്പൊ ഇതാണല്ലേ കാക്കയുടെ പുള്ളി. അല്ല, അതങ്ങനെ ഇവിടെ വന്നു? നിന്നെ കളിയാക്കാണോ? ഒരിക്കലും അല്ല, എനിക്കത് ഇഷ്ടമല്ല. എന്നാലേ ഈ കാക്കപ്പുള്ളി എങ്ങനെ എന്റെ മുഖത്ത് വന്നെന്ന് ഞാൻ പറയട്ടെ. പറഞ്ഞോ. എന്റെ ഫ്ലാറ്റിന്റെ മുകളില് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ഒരു ബന്ധുവായി ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ഇല്ലാത്തതിന്റെ അന്ന് അയാൾ എന്റെ ഫ്ലാറ്റിൽ താമസിച്ചു. എന്റെ വാർത്ത ടിവിയിൽ കണ്ടതും സ്ക്രീനിൽ അയാൾ എന്റെ പടം വരച്ചു. ആ പടത്തില് അയാൾ ഇവിടെ എനിക്കൊരു കാക്കപ്പുള്ളി വരച്ചു. അത് കണ്ടിട്ടാ ഞാൻ ഒരെണ്ണം ഇട്ടത്. കൊള്ളാം, നടക്കാത്ത കഥയാണെന്നേ ഉള്ളൂ. സത്യമായിട്ട് സംഭവിച്ചതാണോ? ആ, പടം വരച്ച ആളെങ്ങനെയാ? സുന്ദരനാ. തൃപ്തി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട്. ഓ, കാണാത്ത ഒരാളിന് സൗന്ദര്യം ഉണ്ടോ ഇല്ലേ അങ്ങനെ അറിയും? സംസാരിക്കുമ്പോ അറിയാലോ. ഓ, അതൊരു അപാര കഴിവ് തന്നെയാ, സംസാരം കേട്ടാ സൗന്ദര്യം പിടികിട്ടുന്നത്. എന്നാലും നമുക്ക് ചിലരെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വെല്ലോരിക്കും വേണ്ടി തൃപ്തി എന്താ എന്നോട് ചൂടാന്നേ? അയാളെ തന്റെ കാമകനൊന്നല്ലോ. ഇനി ആളെ കോവണ്ണ വരച്ചു വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായാലും എനിക്ക് അയാളെ വലിയ ഇഷ്ടം. ആ, ഓക്കെ, സമ്മതിച്ചു. തന്റെ കഴിവ് നീട്ടിക്കേ. എന്തിനാ? നീട്ട്. പിടിച്ചോ. വലതും വേണ്ട, ഇടതും മതി. എന്റെ വലത് കൈക്ക് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോ ഇടത് കൈ മതി. ഭാഗ്യമുള്ള കയ്യാ. ഓ, അപ്പൊ കൈ നോക്കാൻ പോവാണോ? വിഷ്ണു ഇത് എവിടുന്നാ പഠിച്ചത്? അതൊക്കെ ഉണ്ട്, പിന്നെ പറഞ്ഞുതരാം. ആദ്യം കൈ ഒന്ന് ശരിക്കും നിവർത്തി പിടിക്ക്. ഇടത് കൈ നോക്കിയാണോ ഹസ്തരേഖ ശാസ്ത്രം പറയുന്നേ? സ്ത്രീകൾക്ക് ഇടത് കൈയും പുരുഷന്മാർക്ക് വലതു കൈയാണ് ഫലം പറയേണ്ട കൈകൾ. രണ്ട് കൈയും ഒരുപോലെ അല്ലെന്നാണോ? ഫലം പറയുമ്പോ സൈലന്റ് ആയിട്ടിരിക്കണം. ഈ കൈക്ക് എന്താ? വളരെ വളരെ അപൂർവമായ രേഖകൾ നിറഞ്ഞാണ്. കുഴപ്പമുള്ളതാണോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും. വിഷ്ണു എന്താ കാര്യം ഒന്ന് പറയാ. വളരെ വിചിത്രമായ ഒരു കല്യാണമാണ് തൃപ്തിക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതെന്താ അങ്ങനെ? അതങ്ങനെ തന്നെ. ഇനി ഞാൻ തന്നെ കെട്ടുന്ന ചെറുക്കനെ കുറിച്ച് പറയണോ? പറഞ്ഞോ. അല്ല, അത് പറഞ്ഞാലേ ഇനി വല്ല പ്രണയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോ. വളരെ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരാളാണ് തൃപ്തിയെ കെട്ടാൻ പോകുന്നത്. മെലിഞ്ഞിട്ടാണോ കറുത്തിട്ടാണോ? അതും പറയാം. പിന്നെ സൽമാൻ ഖാൻ അത്ര തടിയും അനിൽ കപൂർ അത്ര വെളുപ്പുള്ള ഒരാള്. ചുരുക്കി പറഞ്ഞ ഒരു അടിപൊളി പയ്യൻ. എന്റെ ഓസില ജീവിതമെങ്കിലും ഗെറ്റപ്പിന് ഒരു കുറവുമില്ല. വരുന്ന വരവ് കണ്ടില്ലേ? ആരായത്? എന്താ സാധനം? ഹായ് മാവാ, ഇതെന്താ നീലത്തൊട്ടി വീണ കുറുക്കനെ പോലെ? കുറുക്കനല്ലടാ, കംസൻ. സെക്യൂരിറ്റി ക്യാമ്പല്ല ഇരുപ്പെങ്കിലും കംസന്റെ കൊട്ടാരത്തിൽ നടന്ന വെപ്പ് കൊള്ളാം. നീ എവിടത്തെ എഴുന്നള്ളതിനാ പോണേ? നിന്റെ ഈ വേഷം കെട്ടലുണ്ടോ ഒരിക്കൽ പൊളിച്ച് പാളിച്ചാക്കും. എല്ലാ കാര്യം ഞാൻ അമ്മാവനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തലമാറുന്ന എണ്ണ തേച്ചാൽ ഈ തല ഞാൻ മണ്ണെണ്ണ ഒഴിച്ച്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ഞാനിവിടെ മോളിൽ താമസിക്കുന്ന വിവരം ഒരു കാരണവശാലും തൃപ്തി അറിയരുത്. ഓ, ഞാനത് മറന്നിരിക്കുകയായിരുന്നു. ഓർമ്മിപ്പിച്ചതിന് നന്ദി. എനിക്കിനി ടെൻഷൻ വയ്യ. നിന്നെ പോലെ ഒരു കുരിശിനെ. എനിക്കും ടെൻഷൻ ഉണ്ട് അമ്മാവ. അമ്മവനെ പോലെ പിശാചി അടുത്താണല്ലോ ഞാൻ വന്ന് പെട്ടെന്ന്. എന്റെ തല പോയാലും നീ എന്റെ കൂടെ താമസിക്കുന്നതെന്ന് ഞാൻ അവളോട് പറയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നാറ്റാൻ നിന്നാൽ ഞാൻ അമ്മാവന്റെ കഥകൾ ഇവിടെ പോസ്റ്ററിൽ ഒട്ടിക്കും. വസുമതി അമ്മയുടെ കാര്യം വില്യമ്മയോടും, വില്യമ്മയുടെ വിവരം വസുമതി അമ്മയോടും, പിന്നെ അമ്മൂമ്മയോടും, കാണുന്ന നാട്ടുകാരോടും, ഈ ഫ്ലാറ്റോടും എല്ലാവരും ഞാൻ വിളിച്ചു പറയും. അതും പോരം തോന്നിയാൽ 2 അമ്മായിമാരെയും കൊണ്ട് വനിതാ കമ്മീഷനിൽ പരാതി കൊടുപ്പിക്കും. എന്നിട്ട് 2 അമ്മായിമാരെയും കൊണ്ട് ഡൈവേഴ്സ് ചെയ്യിപ്പിച്ചിട്ട് 3 പാത്രമാക്കും. അതിനുവേണ്ട എല്ലാ അടവും ഞാൻ പയറ്റും. അതുകൊണ്ട് ഞാൻ പറയണ കേട്ട് മര്യാദയ്ക്ക് നടന്നാൽ ആയുസ് തീർന്ന് ചാവാം. ഈ പറഞ്ഞതൊക്കെ ഓർക്കണം.
എന്റെ താമസക്കാരെ ആരോട് പറയുന്ന പറഞ്ഞ് തൃപ്തിയോട് ആ ഓർക്കതെങ്ങാനും പറയോ ഇല്ല. ഇനി ഞാൻ നിന്നെ കുറിച്ച് എന്നോട് പോലും പറയില്ല. ഇന്ന പോയി വരട്ടെ എന്റെ പൊന്നമ്മാവ. ആ പാണ്ടി ലോറികൾ ബ്രേക്ക് പൊട്ടി വരുന്ന വഴിയാ, സൂക്ഷിച്ചു പൊക്കോ. ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. താങ്ക് യു. അല്ല, ആ കുട്ടി ഏതാ? അവനെങ്ങനെ എന്റെ ബർത്ത്ഡേ അറിയാം? ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. ശ്ശോ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. അടുത്ത് വരുന്നത് ആരാണെങ്കിലും ഞാൻ പിടിക്കും, തീർച്ച. ആരാ ഇതിന്റെ പിന്നിലെന്ന് അറിയണമല്ലോ. അയ്യോ, അയ്യോ, എന്റെ പാല്. അവിടെ കിടന്നിരിക്കും. ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആൻറ്റി. ആരാ ഇത് നിന്റെ കൈ തന്നത്? ആരാ തന്നേന്ന്? നിക്കവിടെ. ഇതാരാ നിന്നെ ഏൽപ്പിച്ചേ? സത്യം പറഞ്ഞോ, ഇല്ല നിന്റെ കാല തൊലി ഞാൻ എടുക്കും. മോളിലെ അങ്കിളാ. മോളിൽ ഏതെങ്കില്? നിനക്ക് ബെല്ലെത്തില്ലല്ലോ. ബെല്ലടിച്ചതാരാ? സെക്യൂരിറ്റി അങ്കിളിന്റെ വീട്ടിലെ അങ്കിള്. അപ്പോ പ്രതി താങ്കളാണല്ലേ? ശേഖരേട്ടനെന്ന് പിടിപ്പത് പണിയാണല്ലോ. എന്ത് പറയാനാ മോളെ, ഞാനും കൂടെ ഉഴപ്പിയ എല്ലാം കുഴഞ്ഞില്ലേ. തോട്ടക്കാരൻ റപ്പായുടെ ഭാര്യ പ്രസവിച്ചു, അവൻ ആശുപത്രിയിൽ പോയി. മോക്കൊന്ന് ഡ്യൂട്ടി ഇല്ലേ? വൈകിട്ട് പോയാ മതി. വലിയ ചേച്ചി അവിടെ ഏതെങ്കിലും ഫ്ലാറ്റിൽ കാണും. വീട് പുലർത്തണ്ടേ. പിന്നെ ഒരു പോത്തുള്ളത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പോത്തോ? ഏത് പോത്ത്? എന്റെ മരുമോനുണ്ടല്ലോ അവൻ. ഈ സമയത്ത് ഉറങ്ങേ? എനിക്കൊന്ന് കാണണമല്ലോ. ഇതാണ് അവസരം, അവനെ കൊടുക്കാൻ പറ്റിയ ഗോൾഡൻ ചാൻസ്. ശേഖരേട്ടൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഇനി അക്ഷരത്തിളക്കം ഇനി എന്ന് നാളെ ചെയ്യാം. അവനോട് ഉണ്ട്, വാ. അതെ മോളിപ്പോ അങ്ങോട്ട് വരണ്ട, ഇവിടെ നിൽക്ക്. ഞാൻ അവന് ഊണ് കൊടുത്ത് അവിടെ ഇരുത്താം, അല്ലെങ്കിൽ അവൻ മുങ്ങിക്കളയും. ഓക്കെ, ഞാനിവിടെ വിളിച്ചു. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ശേഖരേട്ടൻ വന്ന് വിളിച്ചാ മതി. പുള്ളിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാനും അവനൊരു പ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് അവന് പറ്റിയ സമയം.